കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകൾ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, വളരെ കുറച്ചു കാലേ ഭരിച്ചിട്ടുള്ളൂ എന്ന്. ആ കുറച്ചു കാലം ഭരിച്ചപ്പോൾ കൊണ്ടുവന്ന മാറ്റങ്ങളാണ്, നിയമങ്ങളാണ് കേരളത്തിന്റെ ഇന്നത്തെ വികസന സാധ്യതയ്ക്ക് അടിത്തറ പാകിയത്. ഞങ്ങൾ ആ പോരാട്ടങ്ങൾ നടത്തുമ്പോ പാളയക്കഞ്ഞി കുടിക്കില്ല, തമ്പ്രാൻ എന്ന് വിളിക്കില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയവരാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കേരളത്തില് ഈ മാറ്റം വരുത്തിയത് ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച് നടത്തിയ പോരാട്ടങ്ങളാണ്. കാരണം എന്താ, നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഇടതുപക്ഷം കൊണ്ടുവന്ന ജനോപകാരപ്രദമായ നടപടികളെ താഴേക്ക് തള്ളിയിട്ട് കൈകൊട്ടി ചിരിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ UDF ആയിരുന്നു 2021 വന്നതെങ്കിൽ ഇപ്പോ നിങ്ങൾ ഈ പ്രതിപക്ഷത്തിരുന്ന് എല്ലാം തടയും എന്ന് പ്രഖ്യാപിക്കുന്നത് പോലെ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മുടെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളോട് പറഞ്ഞു, അധികാരം ലഭ്യമായാൽ മാത്രമേ സമൂഹത്തിനായി എന്തെങ്കിലും ചെയ്യാനാകൂ. സാർ, അധികാരത്തിൽ വന്നാൽ വയനാട് തുരങ്കപാത നടത്തില്ലെന്ന് പ്രഖ്യാപിച്ചയാളാണ് പ്രതിപക്ഷ നേതാവ്. എന്ത് വികസനത്തെ കുറിച്ച് പറഞ്ഞാലും അത് നടക്കില്ല എന്ന് പറയുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ്. അത് UDFന്റെ കൺവീനറാണ് പ്രഖ്യാപിച്ചത്. ദേശീയപാത, ഗെയിൽ, K-ഫോൺ ഇതൊക്കെ നടക്കില്ലെന്ന് പ്രഖ്യാപിച്ച് ഇങ്ങനെ നടത്തില്ല എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടി അധികാരത്തിൽ വന്നാൽ സമൂഹത്തിന് വേണ്ടി എന്തു ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഡോക്ടർമാരും മരുന്നുമില്ലാത്ത പഴയ കേരളത്തിലേക്ക് തിരിച്ചു പോകണം. പ്രതിപക്ഷം കേരളത്തെ ക്ഷണിക്കുന്നത് അവിടേക്കല്ലേ? പെൻഷൻ 600 രൂപ മാത്രമായിരിക്കെ 18 മാസം കുടിശ്ശിക വരുത്തിയ കേരളമാണോ പ്രതിപക്ഷം ഗുണമുള്ള കാര്യമാണെന്ന് പറയുന്നത്? ക്രിസ്തുമസ് പരീക്ഷ കഴിഞ്ഞാലും പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് തീരാത്ത പഴയ കേരളത്തിലേക്കാണോ പ്രതിപക്ഷ നേതാവ് നമ്മെ ക്ഷണിക്കുന്നത്? കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം എന്ന പേരിൽ അത് ഏത് പ്രതികൂലാവസ്ഥയിലും ലാൻഡ് ചെയ്യാൻ സാധിക്കുന്ന സേനാ വിമാനം ഇറക്കിയ ആളുകളെ പറ്റിച്ച പഴയ കേരളത്തിലേക്കാണോ പ്രതിപക്ഷ നേതാവ് നമ്മളെ ക്ഷണിക്കുന്നത്? സാർ, കേരളത്തെ പുറകോട്ട് നടത്താനല്ല സാർ നമുക്കൊരു ഗവൺമെന്റ് ഉണ്ടാകേണ്ടത്, മുന്നിലേക്ക് നയിക്കാനാണ്. കേരളത്തിലെ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതാണ് സാർ LDF മൂന്നാമതും വരും എന്ന് ഞങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നത്. വിഷ്ണുനാഥ് പറഞ്ഞത് വികസനങ്ങളെല്ലാം ഞങ്ങൾ തുടരുന്നതാണ്. നിങ്ങൾ എങ്ങനെ തുടരാനാണ്? നിങ്ങൾ കിഫ്ബിക്കെതിരല്ലേ? നിങ്ങൾ പ്രധാന പദ്ധതികളെല്ലാം എതിർക്കുകയല്ലേ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് തുടരാൻ കഴിയുക? അപ്പൊ മൂന്നാമതും അധികാരത്തിൽ വന്നാൽ ഇത് തുടരുകയില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് വികസനത്തിന്റെ തുടർച്ച വേണമെങ്കിൽ പിണറായി സർക്കാർ തുടരണമെന്ന് ജനങ്ങൾ തീരുമാനമെടുത്തത്. അതാണ് സാർ രണ്ടാം പിണറായി സർക്കാർ, അതാണ് മൂന്നാം ഇടതുപക്ഷ സർക്കാർ. അത് കാണണം. വികസനത്തിന് പുറകോട്ടടിപ്പിക്കുന്ന UDF ഭരണം വരാതിരിക്കുവാനുള്ള ജാഗ്രത അത് ജനങ്ങൾ എടുത്തിട്ടുണ്ട്. വികസനം സംഭവിക്കണമെങ്കിൽ LDF സർക്കാർ മൂന്നാമതും ഉണ്ടാകണമെന്ന് ജനം തിരിച്ചറിഞ്ഞതിന്റെ അങ്കലാപ്പാണ് ഇപ്പോ പ്രതിപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് കേരളത്തിന്റെ വികസനത്തെ വിമർശിക്കുന്നത്. സാർ, വികസനം അത് ജനങ്ങളുടെ മുന്നിലുണ്ടല്ലോ, വികസനം ജനങ്ങൾക്ക് മുന്നിലുണ്ടല്ലോ. അതിനെ നിഷേധിച്ചിട്ട് ഒരു ഗുണവുമില്ല എന്നാണ് ഞങ്ങൾക്ക് പ്രതിപക്ഷത്തിനോട് സൂചിപ്പിക്കാനുള്ളത്.